മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സമാധാനപരമായൊരു ജീവിതം. ചിലർക്ക് ഹൃദയത്തിൽ സമാധാനമില്ല, അവർ പാർക്കുന്ന വീട്ടിൽ സമാധാനമില്ല, അവരുടെ ദേശത്ത് സമാധാനമില്ല. സമാധാനമില്ലാത്ത അനുഭവമുള്ള ധാരാളം ആൾക്കാരുണ്ട്. സമാധാനമില്ലായ്മ വരുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഈ സമാധാനമില്ലാതെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടുള്ളൊരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. 147 സങ്കീർത്തനം 14 വാക്യം. ഇത് നിങ്ങളോടുള്ള ഒരു ആത്മീക പ്രവചന ദൂതുകൂടെയാണ്. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. ആരൊക്കെയോ സമാധാനമില്ലാതെ ചില പ്രതിസന്ധികളിൽ അകപ്പെട്ട് ദേശത്ത് പാർക്കാൻ പറ്റാത്ത സാഹചര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരോട് കർത്താവ് സംസാരിക്കുക, നീ ദേശം വിട്ടു പോകുന്ന കാര്യം ചിന്തിക്കണ്ട. നിന്റെ ദേശത്ത്, നിന്റെ വീട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ദൈവം സമാധാനം തരാൻ പോവാ. നിന്റെ സമാധാനം കെടുത്തുന്ന ഏതൊരു ദുഷ്ടശക്തിയുടെ പ്രവൃത്തികളെ, അത് പൈശാചികമാകാം, മാനുഷികമാകാം, അതിനെയൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ് നിന്റെ ഹൃദയത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ കുടുംബജീവിതത്തിലും നിന്റെ ദേശത്തും എൻ്റെ കർത്താവ് സമാധാനം തരാൻ പോവുക. അതുമാത്രമല്ല, വിശേഷമായ ഗോതമ്പ് കൊണ്ട്, ആ വാക്യം അങ്ങനെയാണ്, ദൈവത്തിന് സ്തോത്രം, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. ഈ ദിവസങ്ങളിൽ നിന്റെ മുഴുവൻ അസ്വസ്ഥതയും മാറ്റി നിന്നെ ദൈവം നിന്റെ ദേശത്ത് രക്തബന്ധങ്ങളുടെ നടുവിൽ, സ്നേഹിതന്മാരുടെ നടുവിൽ നിന്നെ ദൈവം തൃപ്തനാക്കാൻ പോകും. സ്തോത്രം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഭിക്കാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും നീ പാർക്കുന്ന വീട്ടിലെത്തും. നിന്നെ വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവൻ തൃപ്തനാക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും വരത്തില്ലെന്ന് ചിന്തിച്ച പല നന്മകളും നിന്റെ വീട്ടിൽ വരും. ദേശത്ത് സമാധാനത്തോടെ പാർത്ത് വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തി ആമേൻ നിന്നെ സംതൃപ്തനാക്കി ദൈവത്തെ സ്തുതിക്കുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഹൃദയം സമാധാനം കൊണ്ട് നിറയ്ക്കണം, വീട് സമാധാനം കൊണ്ട് നിറയ്ക്കണം, കുടുംബജീവിതം സമാധാനം കൊണ്ട് നിറയ്ക്കണം, ഞങ്ങളുടെ ദേശം സമാധാനം കൊണ്ട് നിറയ്ക്കണം. അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ ദേശത്തെ ദൈവം വിടുവിക്കട്ടെ, സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവം നിന്റെ മക്കളെ കൊണ്ട് പാർപ്പിച്ച ദേശത്ത് അവരുടെ സമാധാനം കിടത്തക്ക രീതിയിൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്ന നിഗൂഢ പദ്ധതികൾ പ്രാർത്ഥനയിൽ പൊട്ടിമാറിയിട്ട് അവരുടെ ജീവിതം സമാധാനപരമാകട്ടെ. വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ദേശത്ത് യേശു സമാധാനം തരും. വിശേഷമായതുകൊണ്ട് നിന്നെ തൃപ്തനാക്കും. ഗോഡ് ബ്ലെസ് യു.